പാകിസ്ഥാൻ്റെ നേതൃത്വത്തിൽ സൈന്യം അഫ്ഗാനിസ്ഥാനിൽ പ്രത്യേകിച്ച് താലിബാനിൽ വലിയ ആക്രമണം നടത്തുന്നത്. താലിബാൻ സേനയുമായി ഏറ്റുമുട്ടിക്കൊണ്ട് പാകിസ്ഥാനിലെ സേന കാണിക്കുന്നത് ശുദ്ധ തെമ്മാടിത്തരമാണെന്നും പാകിസ്ഥാൻ സമാധാനത്തിൻ്റെ പാത സ്വീകരിക്കണമെന്നും താലിബാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖി ന്യൂഡൽഹിയിൽ വെച്ച് പ്രസ്താവിക്കുകയുണ്ടായി. രാജ്യത്ത് നിന്ന് തീവ്രവാദത്തെ തുടച്ചു നീക്കാൻ താലിബാൻ പാകിസ്ഥാനിന് മികച്ച ഉദാഹരണമായിരിക്കുമെന്ന് വിദേശകാര്യമന്ത്രി. ഒരു കാലഘട്ടത്തിൽ തീവ്രവാദത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും രൂപത്തിലാണ് താലിബാൻ വന്നതെങ്കിലും ഇന്നവർ സമാധാനത്തിൻ്റെ വഴി സ്വീകരിച്ചിരിക്കുകയാണ്. അതാണ് വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖിയുടെ വാക്കിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ 4 വർഷത്തിനിടെ തങ്ങളുടെ രാജ്യത്തുനിന്ന് ഭീകരതയെ പൂർണ്ണമായി തുടച്ചു നീക്കിയെന്നും പാകിസ്ഥാൻ താലിബാനെ പോലെ സമാധാനത്തിൻ്റെ വഴിയിലേക്ക് വരണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ സന്ദർശനത്തിനിടയിലാണ് ഇത്തരത്തിലൊരു പ്രസ്താവന മുത്തഖി നടത്തിയത്. ലഷ്കർ ഇ തൊയ്ബ, ജയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ഭീകര സംഘടനകൾ വളരെ വലിയ കാലമായി അഫ്ഗാൻ മണ്ണിൽ പ്രവർത്തിച്ചു. എന്നാൽ കഴിഞ്ഞ 4 വർഷത്തിനിടെ താലിബാൻ എല്ലാ ഭീകരരെയും തുടച്ചു നീക്കി. പാകിസ്ഥാനും സമാധാനത്തിൻ്റെ ഇതേ പാത പിന്തുടരണം. അവിടെ നിന്ന് മുഷ്കർ ഇ തൊയ്ബയെയും അതുപോലെ തന്നെ ലഷ്കർ ഇ തൊയ്ബയെയും ജയ്ഷെ മുഹമ്മദിനെയും അടക്കമുള്ള എല്ലാ ഭീകര സംഘടനകളെയും പാകിസ്ഥാനിൽ നിന്ന് ഇറക്കി വിടണം എന്നാണ് താലിബാൻ്റെ വിദേശകാര്യമന്ത്രി അവകാശപ്പെടുന്നത്. ഭീകരിൽ ഒരാൾ പോലും ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലില്ല. മുഴുവൻ പേരെയും അവിടെ നിന്ന് പറക്കി പറഞ്ഞു വിട്ടു. ഒരിഞ്ച് ഭൂമി പോലും അവരുടെ നിയന്ത്രണത്തിലുമില്ല. ഞങ്ങൾ 21-ൽ സൈനിക നടപടി നിർത്തി. അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ പൂർണ്ണമായി മാറിയിരിക്കുന്നു. ഞങ്ങൾ സമാധാനത്തിൻ്റെ വഴി സ്വീകരിച്ചിരിക്കുന്നു. ഞങ്ങൾ അക്രമത്തിൻ്റെ മാർഗ്ഗം ഉപേക്ഷിച്ചിരിക്കുന്നു. ഞങ്ങൾ അന്ന് രാജ്യം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ തീവ്രവാദത്തിൻ്റെ രൂപവും അതുപോലെ തന്നെ വലിയ യുദ്ധവുമൊക്കെ നടത്തിയത്. ഇന്നതാ ഞങ്ങൾ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളായി മാറിയിരിക്കുന്നു എന്നാണ് താലിബാൻ വിദേശകാര്യമന്ത്രി പറയുന്നത്. അദ്ദേഹം ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഈ പ്രസ്താവന നടത്തിയിട്ടുള്ളത്. സമാധാനത്തിനായി അഫ്ഗാനിസ്ഥാൻ ചെയ്തതുപോലെ മറ്റു രാജ്യങ്ങളും ഇത്തരം ഭീകര സംഘടനകൾക്കെതിരെ പൊരുതുക തന്നെ ചെയ്യണം, നടപടിയെടുക്കുകയട്ടെ എന്നാണ് മുത്തഖി പറഞ്ഞത്. അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യ പൂർണ്ണ നയതന്ത്രം സ്ഥാപിച്ചുവെന്നാണ് മുത്തഖിയുടെ ആദ്യ സന്ദർശനത്തെ വലിയ പ്രയോജനപ്രദമാക്കുന്നത്. ഇത് കാബൂളിലെ ടെക്നിക്കൽ മിഷനെ എംബസിയായി ഉയർത്തി ആ എംബസിയായി മാറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യയുമായി വലിയ അതിർത്തി സൗഹൃദം സ്ഥാപിക്കുവാൻ അഫ്ഗാനിസ്ഥാനും താലിബാനും കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ കാബൂളിൽ അടുത്തിടെയുണ്ടായ മഹാസ്ഫോടനത്തിലുള്ള റിപ്പോർട്ടുകളെക്കുറിച്ചും മുത്തഖി നന്നായി സംസാരിച്ചു. ഇതിൻ്റെ പിന്നിൽ പാകിസ്ഥാനാണെന്നാണ് പറയുന്നത്. അവിടെ താലിബാനിൽ നടന്ന ആക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരനും കാര്യങ്ങൾ നടത്തിയെടുക്കുന്നതും പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ വിചാരിച്ചാൽ അങ്ങനെ താലിബാനെ സമ്പൂർണ്ണമായി കൊണ്ടുപോകാൻ കഴിയുകയുമില്ല എന്നുള്ള മുന്നറിയിപ്പും നഖ്വി തരുന്നു. അതിർത്തിക്ക് അടുത്തുള്ള വിദൂര പ്രദേശങ്ങൾ ആക്രമണം ധാരാളമായി നടക്കുകയാണ്. അങ്ങനെ ആക്രമണം നടക്കുമ്പോൾ പാകിസ്ഥാൻ്റെ നടപടി തെറ്റാണെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. അതുകൊണ്ട് പാകിസ്ഥാൻ തിരുത്തണം. 40 വർഷങ്ങൾക്ക് ശേഷം അഫ്ഗാനിസ്ഥാനിൽ സമാധാനവും പുരോഗതിയും പുലരുകയാണ്. എന്തുകൊണ്ട് പാകിസ്ഥാനും അങ്ങനെ തന്നെ ചിന്തിച്ചുകൂടാ? അഫ്ഗാനികളുടെ ധൈര്യത്തെ പരീക്ഷിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു കാരണവശാലും അഫ്ഗാനിസ്ഥാനും താലിബാനും ഭീരുക്കളല്ല, ഭീകരവാദികളുമല്ല. പക്ഷേ വേണ്ടി വന്നാൽ ഞങ്ങൾ ഇനിയും തോക്കെടുക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് അഫ്ഗാനിസ്ഥാനുമായി കളിക്കുന്നത് വളരെ സൂക്ഷിച്ച് വേണമെന്നും അത് നല്ലതല്ല എന്നുമാണ് മന്ത്രി സൂചിപ്പിച്ചിരിക്കുന്നത്.